ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. LMLPS ചേനാങ്കോട് സ്കൂളിലെ 1ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൈഫ അന്തും യാ തുല്ലാബ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും നല്ല സുഖത്തിലിരിക്കുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വായിക്കാറുണ്ടോ? എല്ലാ ക്ലാസ്സുകളും എല്ലാ കുട്ടികളും കാണുന്നുണ്ടോ? ചില മഹാന്മാരും മഹതികളും ക്ലാസ് കാണാതെ വർക്ക് മാത്രം അയക്കുന്നവരുണ്ട്. അവരാരൊക്കെയാണെന്നൊക്കെ സാറിന് അറിയാം. അവര് സാർ എന്ത് ചെയ്യും? പൊക്കും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക, കൃത്യമായി ക്ലാസ് കാണുക. ഇന്നത്തെ ക്ലാസ് ഇന്ന് രാത്രി 9:30 മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും എനിക്ക് അതിന്റെ വർക്കുകൾ അയച്ചു തരാൻ ശ്രദ്ധിക്കുക. എല്ലാ കൂട്ടുകാരും ചെയ്യോ? എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് പഠിച്ചാലോ? ആർ യു റെഡി? എല്ലാവരും റെഡിയാണോ? എങ്കിൽ ഞാനും ഇതാ റെഡി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 3ാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 3ാമത്തെ യൂണിറ്റിൽ ആരുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്? മുനീറിന്റെ അല്ലേ? മുനീറിന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നു? ഒരു ദീക്കുണ്ടായിരുന്നു അല്ലേ? ആ ദീക്ക് മുനീറിന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ആ ദീക്കിനെ വളരെയധികം അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതിനോടൊപ്പം കളിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ മുനീറിനെ ഉണർത്തുന്നതാരാണ്? ആ ദീക്കാണല്ലേ. ഒരു ദിവസം അവൻ എഴുന്നേറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവന്റെ ഉമ്മ മുനീറിന്റെ അടുത്ത് ചെന്നിട്ട് അവനെ വിളിക്കുന്നു. മുനീറേ, നിന്റെ കോഴി വിളിച്ചു, നിന്റെ കോഴി കൂവി. എങ്ങനെയാണ്? ദീക്ക് കൂവി. അഹ്ലം ബിക്കും സബാഹൽ ഖൈർ, മോനെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുനീറിനെ അവന്റെ ഉമ്മ വിളിച്ചുണർത്തി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. മുനീറിന്റെ വീട്ടിൽ ദീക്ക് മാത്രമല്ല, വേറെയും കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ? ഇവിടെ കൂട്ടുകാര് ചിത്രം നോക്കിക്കേ. മുനീറിന്റെ വീട്ടിലെ വേറൊരു കൂട്ടുകാരൻ അതാരാണ്? ഹിറുൻ, പൂച്ച അല്ലേ? പൂച്ചയും ഉണ്ടായിരുന്നു അല്ലേ? അവര് രാവിലെ എഴുന്നേറ്റിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ആ കൂട്ടുകാർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആരൊക്കെയാണ്? നമ്മുടെ ഹിറും ദീക്കും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഇവർ അവരുടെ ജോലികൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓരോരുത്തർക്കും അവരുടെ ആഹാരമൊക്കെ അന്വേഷിച്ച് പോകണ്ടേ? അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ ദീക്കും ഹിറും തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവർ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്കൊന്ന് വായിച്ചാലോ? എല്ലാ കൂട്ടുകാരും 51ാമത്തെ പേജ് എടുക്കൂ. എന്താണ് പാഠത്തിന്റെ പേര്? അഖ്ബല സുബ്ഹു. പ്രഭാതം ആയി, അല്ലെങ്കിൽ നേരം വെളുത്തു എന്നാണ് ഇതിന്റെ അർത്ഥം. കൂട്ടുകാരെ നോക്കൂ, ദീക്ക് ഹിർ അല്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സബാഹൽ ഖൈർ യാ ഹിർ, സബാഹൽ ഖൈർ യാ ഹിർ. ആര് പറയുന്നു? ദീക്ക് പറയുകയാണ്. ദീക്ക് വഴിയിൽ വെച്ച് ഹിറിനെ കണ്ടുമുട്ടി. അവർ നടത്തിയ സംഭാഷണമാണ്. ദീക്ക് പറയുകയാണ് കൂട്ടുകാരനോട്, സബാഹൽ ഖൈർ, സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് യാ ഹിർ. യാ ഹിർ അല്ലയോ ഹിറേ. നമ്മൾ വിളിക്കൂലേ? യാ അനസ്, യാ ഫാത്തിമ, യാ സുബൈർ എന്ന് വിളിക്കൂലേ? അതുപോലെ യാ ഹിർ, ഹിറേ, ഗുഡ് മോർണിംഗ്. സബാഹൽ ഖൈർ യാ ഹിർ എന്ന് ആര് പറയുന്നു? ദീക്ക് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും ഹിർ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ കൂട്ടുകാരെ, സബാഹൻ നൂർ യാ ദീക്, സബാഹൻ നൂർ യാ ദീക്. ദീകേ സബാഹൻ നൂർ. തിരിച്ചും എന്ത് പറഞ്ഞു? ഗുഡ് മോർണിംഗ് പറഞ്ഞു. രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആദ്യം അഭിസംബോധന ചെയ്യും അല്ലേ? നമ്മൾ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, നമ്മൾ സലാം പറയില്ലേ? അതൊരു അഭിസംബോധനയാണല്ലേ? അത് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പറയുന്ന
അഭിസംബോധന വാക്കാണ് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ഇതുപോലുള്ള മറ്റ് അഭിസംബോധന വാക്കുകളാണ് സ്വബാഹൽ ഖൈർ. അതിന്റെ മറുപടി എന്താണ്? സ്വബാഹൻ നൂർ എന്നാണ്. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. സ്വബാഹൽ ഖൈർ, സ്വബാഹൻ നൂർ യാ ദീഖ്. ആരാണ് പറയുന്നത്? ഹിർ പറയുകയാണ്. ആരോട്? ദീക്കിനോട്. ദീക്കേ, നിനക്കും ഗുഡ് മോർണിംഗ്. അഖ്ബല സുബ്ഹ്. ദീക്ക് പറയുന്നു അഖ്ബല സുബ്ഹ്, സുബ്ഹായി, സുബ്ഹ് ആയി, നേരം വെളുത്തു, പ്രഭാതമായി. ആര് പറയുന്നു? ദീക്ക് കൂട്ടുകാരനോട് പറയുന്നു. അപ്പോൾ കൂട്ടുകാരൻ അഥവാ ഹിർ പറഞ്ഞു നഅം, യെസ്, അതേ, നേരം വെളുത്തു, പ്രഭാതം ആയി എന്ന് ആരും പറഞ്ഞു? ഹിറും പറഞ്ഞു. അടുത്ത ദീക്ക് പറയാണ് തആൽ ഇലൽ അമൽ, തആൽ ഇലൽ അമൽ. ആ ദീക്ക് ഹിറിനോട് പറയുകയാണ് ഞാൻ എന്റെ സമയം താമസിച്ചു പോയി, ഒരുപാട് ലേറ്റായി, ഞാനിതാ പോകുന്നു എന്റെ ജോലിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദീക്ക് പറയുകയാണ് തആൽ ഇലൽ അമൽ, തആൽ, വേഗം വരൂ, വേഗം വരൂ. എങ്ങോട്ടേക്ക്? ഇലൽ അമലി, ജോലിയിലേക്ക്, ജോലിയിലേക്ക് വേഗം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ദീക്ക് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ദീക്കും ഹിറും തമ്മിലുള്ള സംഭാഷണം മനസ്സിലായോ? സാർ ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. എന്താണ് പാഠത്തിന്റെ പേര്? അഖ്ബല സുബ്ഹു, പ്രഭാതമായി, അല്ലേ? പ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ കൂട്ടുകാരായ ദീക്കും മുനീറിന്റെ വീട്ടിലെ കൂട്ടുകാരായ ദീക്കും അതുപോലെ ഹിറും വഴിയിൽ വെച്ച് എന്ത് ചെയ്തു? പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ അവരെന്ത് ചെയ്തു? പരസ്പരം അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ട് അവരുടെ ജോലിയിലേക്ക് പോയി. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ദീക്ക് പറഞ്ഞു സബാഹൽ ഖൈർ യാ ഹിർ, ഗുഡ് മോർണിംഗ് ഹിറേ, പൂച്ചേ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹിർ പറഞ്ഞു സബാഹൻ നൂർ യാ ദീക്, സബാഹൻ നൂർ യാ ദീക്, ദീക്കേ നിനക്കും ഗുഡ് മോർണിംഗ്. അടുത്ത ദീക്ക് പറയാണ് അഖ്ബല സുബ്ഹു, പ്രഭാതമായി. ഹിർ നഅം, അതെ. ദീക് തആൽ ഇലൽ അമൽ, വരൂ, വേഗം വരൂ, നമുക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദീക്ക് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. തആൽ ഇലൽ അമൽ, തആൽ, വേഗം വരൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. തആൽ, വേഗം വരൂ, ഇലൽ അമൽ, ജോലിയിലേക്ക് പോകാം, വേഗം വരൂ എന്നുള്ള വാക്ക്, തആൽ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. തആൽ വെച്ച് നമുക്ക് 2-3 സെന്റൻസുകൾ പറഞ്ഞാലോ? സാർ ഒരു കുട്ടിയെ വിളിക്കട്ടെ. യാ മിസ്രിയ, യാ മിസ്രിയ തആൽ ഇല സഫ്, യാ മിസ്രിയ തആൽ ഇല സഫ്. എന്താണ് സാർ വിളിച്ചത്? യാ മിസ്രിയ. ആരെയാണ് വിളിച്ചത്? മിസ്രിയയാണ് വിളിച്ചത്. യാ മിസ്രിയ, മിസ്രിയ തആൽ, തആൽ, വേഗം വരൂ. എങ്ങോട്ടേക്ക്? ഇല സഫ്, ഇല സഫ്, ക്ലാസ്സിലേക്ക്, ക്ലാസ്സിലേക്ക് വേഗം വരൂ. അപ്പോൾ സാർ ഒരു സെന്റൻസ് പറഞ്ഞു കൂട്ടുകാർക്ക് മനസ്സിലായോ? യാ മിസ്രിയ തആൽ ഇല സഫ്, വേഗം ക്ലാസ്സിലേക്ക് വരൂ. സാർ അടുത്തൊരു കൂട്ടുകാരനെ വിളിക്കട്ടെ. യാ അല്ലമീൻ, യാ അല്ലമീൻ തആൽ ഇലൽ മദ്രസ, തആൽ ഇലൽ മദ്രസ. സാർ ആരെയാണ് വിളിച്ചത്? അല്ലമീനെയാണ് വിളിച്ചല്ലേ? നീ എങ്ങനെയാണ് വിളിച്ചത്? യാ അല്ലമീൻ. നമ്മൾ വിളിക്കൂലേ അല്ലമീനേ എന്ന് വിളിക്കൂലേ? അതെയാണ് അല്ലമീനേ തആൽ, വേഗം വരൂ. എങ്ങോട്ടേക്ക്? തആൽ ഇല സഫ്, ക്ലാസ്സിലേക്ക് വേഗം വരൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഒരു കുട്ടിയും കൂടെ സാർ വിളിക്കട്ടെ. യാ ഹുദൈഫ്, യാ ഹുദൈഫ് തആൽ ഇല തോവില, തആൽ ഇല തോവില. സാർ എന്താണ് പറഞ്ഞത്? സാർ ആരെയാണ് വിളിച്ചത്? ഹുദൈഫിനെയാണ് വിളിച്ചത്. എങ്ങനെയാണ് വിളിച്ചത്? യാ ഹുദൈഫ്, യാ ഹുദൈഫ്, ഹുദൈഫേ തആൽ ഇല തോവില, തആൽ, വേഗം വരൂ. എങ്ങോട്ടേക്ക്? ഇല തോവില, മേശയുടെ അടുക്കലേക്ക് വേഗം വരൂ. അപ്പോൾ ഈ കൂട്ടുകാർക്ക് ഈ 3 സെന്റൻസുകൾ മനസ്സിലായോ? അപ്പോൾ തആൽ വെച്ചുകൊണ്ടുള്ള ഇത് 3 സെന്റൻസുകൾ സാറ് പറഞ്ഞു. ഇതുപോലുള്ള സമാന സെന്റൻസുകളും കൂട്ടുകാർക്ക് എഴുതി വായിച്ച് അയച്ചു തരാം. എങ്കിൽ നമുക്ക് ദീക്കിന്റെയും ദജാജയുടെയൊക്കെ ജോലി എന്താണെന്ന് നോക്കിയാലോ? എല്ലാ കൂട്ടുകാരും 52-ാമത്തെ പേജ് എടുക്കൂ. ദീക്ക് ഹിറിനെ വിളിച്ചു. തആൽ ഇലൽ അമൽ, ജോലി ചെയ്യാൻ വരാൻ വിളിച്ചു അല്ലേ? നമ്മുടെ ഹിർ ദീക്കിനോടൊപ്പം പോയോ?
എന്താണ് അവിടെ സംഭവിച്ചത്? ദീക്ക് എന്താണ് അവിടെ ചെയ്തത്? നമുക്ക് നോക്കിയാലോ? എല്ലാ കൂട്ടുകാരും ചിത്രത്തിലേക്ക് നോക്കൂ. കൂട്ടുകാരെ ചിത്രം കണ്ടോ? ചിത്രത്തിൽ നമുക്ക് ആരെയാണ് കാണുന്നത്? ഹിറിനെയാണ് കാണുന്നത് അല്ലേ? ഹിർ എന്ത് ചെയ്യുന്നു? ഹിർ എവിടെ ഇരിക്കുന്നു? അയിന എജ്ലിസുൽ ഹിർ. ഹിർ എവിടെ ഇരിക്കുന്നു? ഹിർ തറയിൽ ഇരിക്കുന്നു അല്ലേ? മദാ യകുൽ ഹിർ. എന്താണ് ഹിർ തിന്നുന്നത്? കൂട്ടുകാർ നോക്കൂ. എന്താണ്? അൽ ഹിറു യഅകുലു സമക വറുസ്സ. അൽ ഹിറു യഅകുലു സമക വറുസ്സ. അൽ ഹിറു, ഹിറാരാണ് കൂട്ടുകാരെ? പൂച്ച. യഅകുലു തിന്നുന്നു. എന്ത് തിന്നുന്നു? സമക. സമക്. സമക് എന്താണ് കൂട്ടുകാരെ? മീന്. അൽ ഹിറു യഅകുലു സമക. മീന് തിന്നുന്നു. മീന് തിന്നുന്നു. വറുസ്സ. റുസ്സും തിന്നുന്നു. ചോറും തിന്നുന്നു. റുസ്. റുസ് എന്താണ്? ചോറ്. ചോറും മീനും കൂടെ കൂട്ടി അടിക്കുകയാണ് ആര്? ഹിർ. റുസ് വെച്ചുള്ള ഒരു വാക്കാണ് റുസ്, ചോറ് അല്ലേ? അൽ ഹിറു യഅകുലു സമക വറുസ്സ. അൽ ഹിറു, ആരാണ് ഹിർ? പൂച്ച. എന്ത് തിന്നുന്നു? സമക്കും തിന്നുന്നു, റുസ്സും തിന്നുന്നു. നുലാഹിലു വനുഅബ്ബിറു. കൂട്ടുകാരെ ചിത്രം നിരീക്ഷിക്കുക, എന്നിട്ട് താഴെയുള്ള സെന്റൻസ് പറയുകയും ചെയ്യുക. ഇതാരാണ്? ദീക്കാണല്ലേ? ദീക്ക് എന്ത് തിന്നുന്നു? ചോറ് തിന്നുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? അദ്ദീഖു യഅകുലു റുസ്സ. അദ്ദീഖു യഅകുലു റുസ്സ. ദീക്ക് എന്ത് തിന്നുന്നു? ചോറ് തിന്നുന്നു. ഇതാരാണ് കൂട്ടുകാരെ? ഹിർ. ഹിർ എന്ത് തിന്നുന്നു? സമക്ക് തിന്നുന്നു, മീന് തിന്നുന്നു. അൽ ഹിറു യഅകുലു സമക. അൽ ഹിറു യഅകുലു സമക. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ പാഠഭാഗം മനസ്സിലായോ? അപ്പോൾ ഈ പാഠത്തിലെ ഈ പ്രധാനപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. എന്താണ് സമക്ക്? സമക്ക് എന്ന് പറഞ്ഞാൽ മീന്. റുസ് ചോറ്. അതുപോലെ ഹിർ പൂച്ച. ദീക്ക് പൂവൻകോഴി അല്ലേ? ഈ വാക്കുകളൊക്കെ പ്രത്യേകം എടുത്ത് പഠിക്കുക. അതുപോലെ സെന്റൻസ് അൽ ഹിറു യഅകുലു സമക, അദ്ദീഖു യഅകുലു റുസ്സ. അപ്പോൾ റുസ്സും സമക്കും വെച്ചുകൊണ്ടുള്ള സെന്റൻസുകൾ കൂട്ടുകാർക്ക് കഴിയുമെങ്കിൽ എഴുതാം. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പാഠഭാഗം നന്നായിട്ട് വായിച്ചു പഠിക്കുക. അതുപോലെ സാറ് പറഞ്ഞ വർക്കുകൾ കൃത്യമായി എഴുതി അയക്കുകയും ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.